ഇപ്പോൾ കിട്ടുന്നൊരു വാർത്തയിലേക്കാണ്. വാഴ്ത്തുപാട്ടിന് പിന്നാലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഡോക്യുമെന്ററിയും വരുന്നു. ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ CPM സംഘടനയാണ്. പിണറായി വിജയൻ ദ ലെജൻഡ് എന്ന പേരിലാണ് ഡോക്യുമെന്ററി വരുന്നത്. 15 ലക്ഷം രൂപ ചെലവിട്ടാണ് ഡോക്യുമെന്ററിയുടെ നിർമ്മാണം. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, വാഴ്ത്തുപാട്ട്, പിന്നീട് മെഗാ തിരുവാതിര, ഇന്നലെ വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങ് പോലും മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്യുമെന്ററി വാർത്ത വരുന്നത്. എന്തൊക്കെയാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് മുഖ്യമന്ത്രിയെ പറ്റി ഡോക്യുമെന്റ് നിർമ്മിക്കുന്നത്. 15 ലക്ഷം രൂപ ചെലവഴിച്ച സംഘടനയുടെ ചെലവിലാണ് ഡോക്യുമെന്ററി വരുന്നത്. പിണറായി വിജയന്റെ കുട്ടിക്കാലം മുതൽ മുഖ്യമന്ത്രിയായതുവരെയുള്ള കാലയളവാണ് ഈ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. 21-ാം തീയതി സ്വിച്ച് ഓൺ മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കും. പിണറായി വിജയൻ ദ ലെജൻഡ് എന്ന പേരിലാണ് ഡോക്യുമെന്ററി വരുന്നത്. പിണറായി വിജയന്റെ കുട്ടിക്കാലം മുതൽ ഉള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും. സർക്കാരിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ഡോക്യുമെന്റ് നിർമ്മിക്കുന്നതെന്നാണ് ഭാരവാഹികൾ, സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ പറയുന്നത്. നേരത്തെ ഇതേ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ വാർഷികത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാഴ്ത്തുപാട്ട് തയ്യാറാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി വേദിയിൽ എത്തുന്നതിന് മുമ്പ് എത്തുന്ന സമയത്തും ആ പാട്ട് അവിടെ അവതരിപ്പിക്കുകയായിരുന്നു. ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന, സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ പറ്റി കാര്യങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്ന ഒരു ഡോക്യുമെന്ററി കൂടി വരികയാണ്. പിണറായി വിജയൻ ആര് എന്നത് കുറച്ചുകൂടി കേരളത്തെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡോക്യുമെന്റ് നിർമ്മിക്കുന്നതെന്നാണ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. അരുൺ, ഇത് വാഴ്ത്തുപാട്ട്, അതിന്റെ വരികളൊക്കെ വലിയ ചർച്ചയും വിവാദവുമായതിനു ശേഷവും മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുകയും മുഖ്യമന്ത്രി വരുമ്പോൾ തന്നെ ആ വരികൾ ആലപിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഡോക്യുമെന്ററിയെ സംബന്ധിച്ചും വലിയ ചർച്ചകൾ ഉയരും, വിമർശനം ഉയരും. മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു ഡോക്യുമെന്ററി ഒരുങ്ങുന്നതെന്ന് തന്നെയാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? മുഖ്യമന്ത്രി പങ്കെടുക്കാനും തന്നെയുള്ള സാധ്യതയാണോ നിലനിൽക്കുന്നത്? മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ വിവരം. അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ പറയുന്നത്. സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിലെ CPM സംഘടന മുഖ്യമന്ത്രിയെ പറ്റിയൊരു ഡോക്യുമെന്റ് നിർമ്മിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന വഴിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും കാലയളവുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഡോക്യുമെന്ററിയാണ്. വികസന പ്രവർത്തനങ്ങളും സ്വാഭാവിക അതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തും. അത് യാതൊരു പെശകുമില്ല എന്നൊരു വിലയിരുത്തലാണ് CPMന്റെ അസോസിയേഷനിൽ പൊതുവിൽ ഉള്ളത്. ഇതിപ്പോൾ 15 ലക്ഷം രൂപ ചെലവിട്ടാണ് ഇത്തരം ഒരു ഡോക്യുമെന്ററി ഒരുങ്ങുന്നത് എന്നാണ് അറിയുന്നത്. അപ്പോൾ സാമാന്യം നല്ല പ്രൊഡക്ഷൻ തന്നെ ആയിരിക്കണം അതിന് ഉണ്ടായിട്ടുള്ളത്. ഈ ജീവനക്കാരിൽ നിന്ന് പണം പിരിച്ചാണോ ഇത്തരം പണം സ്വരൂപിച്ചത്? അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? എന്തെങ്കിലും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ CPM സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വലിയൊരു സംഘടനയാണ്. സെക്രട്ടേറിയറ്റിലെ കൂടുതൽ ജീവനക്കാർ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്. അതിന്റെ നിരവധി പ്രവർത്തനങ്ങൾ നേരത്തെയും സഹകരണ രംഗത്തടക്കം സഹകരണ മേഖലയടക്കം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വലിയ സാമ്പത്തിക സ്വാധീനമുള്ള ചുറ്റുപാടുള്ള സംഘടന കൂടിയാണ് സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷൻ. അവരുടെ ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഈ തുക എടുക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഒരു സിനിമാ സംവിധായകൻ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ആണ് ഇതിന്റെ സംവിധാന ചുമതലയും നിർമ്മിക്കുന്നത്. സൂചിപ്പിച്ച പോലെ സാമാന്യം ഒരു ഡോക്യുമെന്ററിയുടെ നിർമ്മാണ ചെലവ് കാര്യമായ 15 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വലിയ ചിലവൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും അത്ര നിസ്സാരമായ ഒരു ചെലവുമായിരിക്കില്ല. അതിന്റെ ഒരു ക്വാളിറ്റിയൊക്കെ ഇതിലുണ്ടാകുമെന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. ശരി, VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വാഴ്ത്തുപാട്ടിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഡോക്യുമെന്ററി കൂടി വരുന്നത്. സെക്രട്ടേറിയറ്റിലെ CPM സംഘടനയാണ് ഈ ഡോക്യുമെന്ററിയുടെ നിർമ്മാണത്തിന് പിന്നിൽ. പിണറായി വിജയൻ ദ ലെജൻഡ് എന്ന പേരിലാണ് ഡോക്യുമെന്ററി എത്തുക. മുഖ്യമന്ത്രി തന്നെ അത് പ്രദർശനത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കും എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്.